കോമ്രേഡ്. രചന ഏക. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി. പാത്തു ദേഷ്യത്തോടെ അവർക്കടുത്തേക്ക് നടന്നു. അരുണിന്റെ അടുത്തെത്തിയതും അവൾ ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചു. അവനെ ഒന്ന് നോക്കിയ ശേഷം തന്റെ കൈവീശി അവന്റെ ഇരുകവിളിൽ അവൾ ആഞ്ഞടിച്ചു. അവിടെ ആ നീക്കമാരും പ്രതീക്ഷിച്ചതല്ല. അരുൺ അടികിട്ടിയ കവിളിൽ പിടിച്ചുകൊണ്ട് അവളെ നോക്കി നിന്നു. എന്ത് നേടിയടാ നീ? ഞങ്ങളുടെ ജീവൻ ഇല്ലാതാക്കിയിട്ട് എന്ത് നേട്ടം നിനക്കുണ്ടായത്? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. നിന്റെ ദേഹത്തെ ഞാൻ കൈവയ്ക്കില്ല. നിന്നെ തൊട്ട് എന്റെ കൈ മൊത്തം നാറും. ശ്യാമേട്ട എന്നല്ലേ വിളിച്ചിട്ടുള്ളൂ. സ്വന്തം സഹോദരങ്ങളെക്കാൾ നിങ്ങൾക്ക് വില കൽപ്പിച്ചിട്ടല്ലേ ഉള്ളൂ ഞാൻ. എന്നിട്ട് എന്റെ ജീവിതം നശിപ്പിക്കാൻ ഒരുങ്ങി അവന്റെ കൂടെ ചേർന്ന് കളഞ്ഞല്ലോ. അവന് വേണ്ട ഒത്താശയൊക്കെ ചെയ്തു കൊടുത്തല്ലോ. ഇക്കാക്ക് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വാത്സല്യമുണ്ടായിരുന്നത് നിങ്ങളോടാ. അതെനിക്ക് നന്നായിട്ട് അറിയാം. അത് മനസ്സിലാക്കാത്ത നിങ്ങളൊരു വിഡ്ഢിയ. ഒരുപക്ഷെ കൊല്ലാൻ കത്തിയുമായി വന്ന നീയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഇക്ക നെഞ്ചു വിരിച്ച് നിനക്ക് മുമ്പിൽ നിന്നേനെ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇക്ക നിങ്ങളോട്. ഇതൊന്നും മനസ്സിലാക്കാതെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നീയൊക്കെ ഇല്ലാതാക്കിയത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ്. തച്ചുടച്ചു കളഞ്ഞ് ഞങ്ങളിലെ വസന്തത്തെയാ. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ദേഷ്യത്തോടെ അരുണിനെ നോക്കി. ഒരു പെണ്ണിന്റെ മനസ്സ് ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങേണ്ടതല്ല, തട്ടിപ്പറിച്ചെടുക്കേണ്ടതല്ല ഒരു പ്രണയവും. മറ്റൊരാളുടെ കണ്ണീര് വീഴ്ത്തി നേടുന്ന ഒന്നും ഒരിക്കലും ശാശ്വതമാവില്ല. മറ്റൊരാളെ ഇല്ലാതാക്കി നീ നേടിയെടുത്ത നിന്റെ MLA സ്ഥാനം 4 ചുമരുകൾക്കുള്ളിൽ നീ തളക്കപ്പെടുമ്പോൾ ഒരിക്കലും രക്ഷയ്ക്കെത്തില്ല. ഇനി അതുകൊണ്ട് നിനക്കൊരു പ്രയോജനം ഉണ്ടാവില്ല. ഇതൊക്കെയല്ലേ നീ ഇക്കയെ കൊന്നുകൊണ്ട് നേടിയെടുത്ത്. നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല. ഈ കോടതിയിൽ നിന്നല്ലെങ്കിൽ ദൈവത്തിന്റെ കോടതിയിൽ നാളെ ദിനം നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. പാത്തു സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. ഷാഹുൽ സാർ അവിടെ അടുത്തു വന്ന് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. അത് കണ്ടതും അരുണിന്റെ കണ്ണിൽ പകയുടെ കനലുകൾ ആളിക്കത്തി. നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ട. ഞാൻ വരും പൂർവാധികം ശക്തിയോടെ. ഒരു ദിവസങ്ങളിൽ ഇവിടെ ഞാൻ സ്വന്തമാക്കും. അതിന് നിന്നെ കൊല്ലേണ്ടി വന്നാ അതും ചെയ്യാൻ ഞാൻ മടിക്കില്ല. അരുൺ സാറിനെ നോക്കി അലറി. സാറ് തന്റെ വലങ്കാൽ ഉയർത്തി അവനെ നെഞ്ചിൽ ആഞ്ഞി ചവിട്ടി. നീ വാടാ, നിന്നെ കാത്ത് ഞാൻ പുറത്തു തന്നെ ഉണ്ടാവും. നിന്നെ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാൻ എനിക്കും താല്പര്യമില്ല. തന്റെ ചവിട്ടുകൊണ്ട് വീണിടക്കുന്ന അരുണിന്റെ കഴുത്തിൽ അമർത്തി ചവിട്ടിക്കൊണ്ട് സാറ് ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും വന്ന് സാറിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി. ഒന്ന് വേഗം കൊണ്ടുവരെ, അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യും. കാർത്തി ദേഷ്യത്തോടെ അച്ചായനെ നോക്കി പറഞ്ഞു. അവരവിടുന്ന് കൊണ്ടുപോകാൻ അച്ചായൻ മറ്റു പോലീസുകാരോട് ആംഗ്യം കാണിച്ചു. വലിയൊരു പോലീസ് അകമ്പടിയോടെ ആ 2 കുറ്റവാളികളും പോലീസ് ജീപ്പിൽ കയറി അകന്നു പോകുന്നു എല്ലാവരും നോക്കി നിന്നു. മുന്നിൽ നടന്ന നാടകീയ രംഗങ്ങൾക്ക് എല്ലാവരും വേദനയോടെ സാക്ഷിയായി. ആളും ബഹളവും ഒഴിഞ്ഞ് പാത്തുവും ശിവയും മാത്രമായി. ശിവ അശ്വിന്റെ അസ്ഥിത്തറയിലേക്ക് തന്നെ കണ്ണുനട്ട് നിൽക്കുകയാണ്. തൊട്ടു മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെയും അത്രത്തോളം വേദനയുണ്ടാക്കിയിട്ടുണ്ടെന്ന് അവളുടെ മുഖം കണ്ടാൽ അറിയാം. താൻ തന്നെയായിരുന്നു കുറ്റവാളി. നീ എവിടെ ചെന്നാൽ അവിടെ മുടിഞ്ഞു പോകത്തേയുള്ളൂ, ദോഷജാതക്കാരി എന്ന ഓപ്പോളുടെ വാക്കുകൾ അവളുടെ കാതിലേക്ക് ഇരച്ചു വന്നു. മനസ്സിലേക്ക് അവർ 4 പേരും കളിച്ചിരിച്ച് നടന്ന രൂപം തെളിഞ്ഞു വന്നു. നമ്മൾ ഇവരുടെ അടുത്തേക്ക് ഒരിക്കലും വരരുതായിരുന്നു, അല്ലേ ശിവ? പാത്തുവിന്റെ ശബ്ദമാണ് അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. അതിനു മറുപടിയായി ശിവ അവളെ വേദനയോടെ നോക്കി. നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഫോർഫൈറ്റേഴ്സ് ഇന്നും അതേ പ്രൗഢിയോടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും കാരണം നമ്മൾ തന്നെയാണ്. പാത്തു പറയുന്നത് ശരിയാണെന്ന് ശിവക്കും തോന്നി. ഓഹോ, എല്ലാ തെറ്റും നിങ്ങളാണ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് പോയിരുന്നില്ല ജയിലിലേക്ക്. ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അതും പറഞ്ഞ് കാർത്തി അവർക്കടുത്തേക്ക് വന്നു. എൻ്റെ പാത്തുമ്മ, ഇവിടെ നിങ്ങളും നല്ല കുറ്റക്കാരി. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചാ നമ്മൾ ചെയ്ത വലിയ തെറ്റ്. പക്ഷെ അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വന്നു. കാർത്തിയുടെ സ്വരത്തിൽ നിരാശ കലർന്നു. അങ്ങനെ നശിക്കുന്നതല്ല ഫോർഫൈറ്റേഴ്സ്. ഇങ്ങോട്ട് നോക്കി, ഇപ്പോഴും നമ്മൾ ഫോർഫൈറ്റേഴ്സാ. എന്നും അങ്ങനെ തന്നെയാ. നിരനിൽക്കുന്ന 4 പേരെ ചൂണ്ടി കാർത്തി പറഞ്ഞു. അച്ചായനും ശിവയും പാത്തുവും കാർത്തിയും പരസ്പരം കൈകോർത്ത് പിടിച്ച് അശ്വിന്റെ അസ്ഥിത്തറയ്ക്ക് മുമ്പിൽ നിന്നു. ആ സമയം അവരെ തഴുകിയൊരു ഇളം കാറ്റ് വീശി. ആ കാറ്റിന് അശ്വിന്റെ മണമുള്ള പോലെ തോന്നി ശിവയ്ക്ക്. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞുപോയി. അർദ്ധരാത്രി 12 മണിയോടുത്ത സമയം. ജോലി തിരക്കുകാരൻ അച്ചായൻ വൈകിയാണ് വീട്ടിലേക്ക് വന്നു. കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നപ്പോഴേക്കും നേരെ ഒരുപാടായിട്ടുണ്ട്. നല്ല ക്ഷീണമുള്ളതുകൊണ്ടാവാം പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. തന്റെ ഫോണിന്റെ നിർത്താതെയുള്ള ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണർന്നത്. ഉറക്കച്ചടവോടെ തന്നെ ഫോൺ എടുത്ത് ചെവിൽ വെച്ചതും മറുതലക്കിൽ നിന്ന് വന്ന വാർത്ത കേട്ടതും അച്ചായൻ ചാടി എഴുന്നേറ്റു. ഇത് ഒരിക്കലും സംഭവിച്ചൂടാ. എപ്പോഴേലും സംഭവം? ഓക്കെ, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. അച്ചായൻ ധൃതിപ്പെട്ട് ഫോൺ ഓഫ് ചെയ്ത് പെട്ടെന്ന് റെഡിയാവാൻ തുടങ്ങി. ശിവയെ വിളിച്ച് കാര്യം പറഞ്ഞതും അവൾക്കും കേട്ട കാര്യം വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. അവളും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അച്ചായൻ അവളെ വിളിക്കാനായി പോയി. രാവിലെ ഉറക്കച്ചടവോടെ സിറ്റൗട്ടിലേക്ക് വന്ന ഷാഹുൽ സാറ് തൻ്റെ മോനിരുന്ന് കളിക്കുന്നുണ്ട്. കുറച്ചു നേരം അവനെ നോക്കി നിന്നു. ആഹാ, നീ ഇത്ര നേരത്തെ എഴുന്നേറ്റ് കളി തുടങ്ങിയോ? സാർ ഒരു പുൻസിരിയോട് അവനെ നോക്കി ചോദിച്ചു.
അതെങ്ങനെ? വാപ്പയും മോനും ഒറ്റക്കെട്ടല്ലേ ഈ കാര്യത്തിൽ? രാത്രി വാപ്പേനെ ഉറക്കില്ല, പകല് മോനും ഉറക്കില്ല. പാത്തു ദേഷ്യത്തോടെ രണ്ടിനെയും നോക്കി പറഞ്ഞു. അത് ശരിയാ, ഈ കാര്യത്തിൽ ഞങ്ങൾ രണ്ട് ഒറ്റക്കെട്ടാ അല്ലേ മോനെ? സാർ അവനെ നോക്കി പുഞ്ചിരിയോടെ കണ്ണടച്ചുകൊണ്ട് ചോദിച്ചു. ആ, അതെനിക്കറിയാം, നിങ്ങൾ രണ്ടും ഒറ്റക്കെട്ടാണെന്ന്. ഞാൻ പുറത്തും. പാത്തു കെറിവിച്ചുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെയാ എൻ്റെ പാത്തുമ്മ നീ പുറത്താവുന്നു? നീയല്ലേ ഞങ്ങൾക്കെല്ലാം. ഷാവുൽ സാർ അവളെ ചേർത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു. മോൻ നിൽക്കുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. വീട് മനുഷ്യ, ഒരു നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാതെ. പാത്തു സാറിൻ്റെ പിടിയിൽ നിന്ന് കുതിരക്കൊണ്ട് പറഞ്ഞു. പിന്നെ നാട്ടുകാർക്ക് ഇവിടേക്ക് നോക്കലല്ലേ പണി. ഞാൻ എൻ്റെ ഭാര്യ കയറി പിടിക്കുന്നതിന് ആരാ പറയുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സാറ് വീണ്ടും അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. എന്നാ ഇങ്ങനെ പിടിച്ചിരുന്നു, വിശക്കുമ്പോൾ ഞാൻ കുറച്ച് സ്നേഹം വിളമ്പിത്തരാം. അപ്പം നീ ഇന്നൊന്നും ഉണ്ടാക്കിയില്ലേ? സാർ അവളിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു. ഇല്ലല്ലോ, ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. പാത്തൂര് ഇളഞ്ചിരിയോടെ പറഞ്ഞു. എന്നാ നമ്മളൊരു കാര്യം ചെയ്യും, വേഗം പോയി നല്ല ചൂടായിട്ടൊരു ചായ ഇട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാം. സാർ അവൾ നോക്കിയൊരു കള്ളശ്ശിരിയോടെ പറഞ്ഞു. അയാൾക്കൊരു പുഞ്ചിരി നൽകി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് മോൻ്റെ ശബ്ദം അവൾ കേൾക്കുന്നത്. മാമ, ശ്യാമാമ ഉമ്മി എന്നൊന്നും മിന്നുന്നില്ല. കയ്യിലുള്ള പത്രം പൊക്കി പിടിച്ചുണ്ടാവും പരാതിയോടെ പറഞ്ഞു. അവനത് കണ്ടതും പാത്തുവും സാറും അവനടുത്തേക്ക് ചെന്നു. അവൻ്റെ കയ്യിലെ പത്രം വാങ്ങി അതിലേക്ക് ആകാംക്ഷയോടെ നോക്കി. അതിൽ അരുണിൻ്റെയും ശ്യാമിൻ്റെയും ചിത്രമുണ്ടായിരുന്നു. അശ്വിൻ വധക്കേസിലെ പ്രതികൾ മരിച്ച നിലയിൽ എന്ന തലക്കെട്ടോടുകൂടിയായിരുന്നു. അത് കണ്ടതും അവർ പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കി. അശ്വിൻ വധക്കേസിലെ പ്രധാന പ്രതികൾ ജയിലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കേസിലെ ഒന്നാം പ്രതിയായ MLA ശ്യാം രണ്ടാം പ്രതിയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നെന്നാണ് പ്രാഥമിക നിഗമനം. അതിനായി പ്രതി ആരും കാണാതെ സൂക്ഷിച്ചു വെച്ച കത്തി അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കൊലയിൽ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാക്കുന്നുണ്ട്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ടാണ് ഈ മരണം സംഭവിച്ചെന്നുള്ള കാരണം കൊണ്ട് 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. വാർത്ത വായിച്ചും പാത്തു ഷോക്കടിച്ച പോലെ നിന്നുപോയി. എന്തിനെന്നറിയാതെ അവിടെ ഇരു കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി വന്നു. അപ്പോഴേക്ക് അവിടേക്ക് ചീറിപ്പാഞ്ഞുകൊണ്ടൊരു കാറ് വന്ന് നിന്നു. അതിൽ നിന്ന് അച്ചായനും കാർത്തിയും ശിവയും ഇറങ്ങി വന്നു. എല്ലാവരുടെയും മുഖത്ത് ചെറിയൊരു സങ്കടം നിഴലിച്ച് കാണാം. ഈ ചായ എന്താ ഈ കേൾക്കുന്നൊക്കെ? പാത്തു അച്ചായനെ നോക്കി ചോദിച്ചു. അതിന് മറുപടിയായി കയ്യിലിരുന്നൊരു കത്ത് അച്ചായൻ പാത്തുവിന് നേരെ നീട്ടി. അവ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് തരാനായി ഏൽപ്പിച്ച കത്താണിത്. അതിലേക്ക് സംശയത്തോടെ നോക്കുന്ന പാത്തുവിനെ നോക്കി അച്ചായൻ പറഞ്ഞു. എൻ്റെ കൂട്ടുകാർക്ക് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തല്ലെന്നറിയാം. നിങ്ങൾക്ക് വേണ്ടി ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് ഇനി ആരും വരില്ല. ഇനിയൊരു ജന്മം തരികയാണെങ്കിൽ മനസ്സിൽ കളങ്കമില്ലാതെ നിങ്ങളുടെ കൂട്ടുകാരനായി തന്നെ ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മാപ്പില്ലെന്നറിയാം, എന്നാലും ആഗ്രഹിച്ചു പോകുന്നു. എല്ലാം ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ എന്ന് നിങ്ങളുടെ സ്വന്തം ശ്യാം. കത്ത് വായിച്ചും പാത്തു എല്ലാവരെയും നോക്കി. സാരല്ല, എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാം. ശങ്കായി കൊണ്ടുവരണോണ്ടാവും അവൻ പോയി നേട്ടപ്പോൾ ഒരു വേദന. കാർത്തി സങ്കടത്തോടെ പറഞ്ഞു. കുറച്ചേരം ആരും ഒന്നും മിണ്ടിയില്ല. ഇങ്ങനെ നോക്കിക്കാതെ പോയി എന്തെങ്കിലും കഴിക്കാനെടുത്ത് നോക്കി എൻ്റെ പാത്തുമ്മ, വിശന്നിട്ട് വയ്യ. വിഷയം മാറ്റാനെന്നോണം കാർത്തി പറഞ്ഞു. അയ്യോ, അതിന് ഇവളെന്തെങ്കിലും വെച്ചിട്ട് വേണ്ടേ? സാറ് പുഞ്ചിരിയോടെ പറഞ്ഞു. എൻ്റെ കർത്താവേ, നിന്റെ മടി തീരെ മാറിയില്ലേടി? അച്ചായൻ പുഞ്ചിരിയോടെ അവൾ നോക്കി ചോദിച്ചു. ഞാൻ വിചാരിച്ചു സാറ് കെട്ടിയപ്പോൾ ഇവള് നല്ല കുട്ടിയേക്കാണെന്ന്. കാർത്തി സംശയത്തോടെ പറഞ്ഞു. എവിടുന്ന്? എന്നെ കൂടി ഇവള് വെടക്കാക്കി. സാറ് നിഷ്കളങ്ക ഭാവത്തോടെ മറുപടി പറഞ്ഞു. അത് വേണ്ട, ഈ പാത്തുമ്മ നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ സ്വഭാവം എല്ലാവരെയും പഠിപ്പിക്കും. അതിൻ്റെ ഒരു അഹങ്കാരം എനിക്കില്ല. പാത്തു ഷോൾട്ടൊന്ന് പൊക്കിക്കൊണ്ട് പറഞ്ഞു. അത് പിന്നെ പ്രത്യേകം പറയണം, ഞങ്ങളുടെ പാത്തുമ്മ ഒരു സംഭവമാണ്. കാർത്തി അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. പക്ഷെ അതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ, വിശപ്പിന് വല്ലതും വേണ്ടേ? കാർത്തി നിരാശയോടെ അവളെ നോക്കി. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഒരു പിടിപിടിച്ചാലേ അല്പസമയത്തുള്ള രുചിയൂർ വിഭവങ്ങൾ തയ്യാറാക്കും, അല്ലേ ശിവ? പാത്തു പുഞ്ചിരിയോട് അവളെ നോക്കി പറഞ്ഞു. ശിവ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നിങ്ങളിരിക്കെ, ഞങ്ങൾ പോയി ഭക്ഷണം റെഡിയാക്കട്ടെ. പാത്തു ശിവയും കൊണ്ട് അകത്തേക്ക് പോകാൻ ഒരുങ്ങി. നിനക്ക് പാചകം നമുക്ക് ഒരുമിച്ച് തയ്യാറാക്കാം, കൂട്ടത്തിൽ വാചകവും നടത്താലോ. കാർത്തി പറഞ്ഞതിനോട് എല്ലാവരും യോജിച്ചു. പുഞ്ചിരിയോടെ എല്ലാവരും അടുക്കള ലക്ഷ്യമാക്കി നടന്നു. ഒന്ന് വേഗം റെഡിയാവൻ്റെ പാത്തു, ഇങ്ങനെ പോയാൽ കിട്ടുകഴിഞ്ഞ് നമ്മൾ അവിടെ എത്തൂ. കണ്ണാടിക്ക് മുമ്പിൽ ഫാഷൻ പരേഡ് നടത്തുന്ന പാത്തുവിനെ നോക്കി ഷാഹുൽ സാർ പറഞ്ഞു. എൻ്റെ പൊന്നിക്ക, ഞാനൊന്ന് റെഡിയാവട്ടെ. ചെറുക്കെൻ്റെ പെങ്ങളാണ്, മോശം പറയതില്ല ആരും. അതിന് കുറച്ചിൽ എൻ്റെ ഇക്കാക്ക. ഒളികണ്ണാൽ അവനെ നോക്കി അവൾ വീണ്ടും റെഡിയാവാൻ തുടങ്ങി. പെങ്ങൾ കയറി ചെല്ലുന്ന നേരം അവരുടെ വായിൽ നിന്ന് വല്ലതും കേട്ട വാങ്ങി വെച്ചേക്ക്. എല്ലാത്തിനും മുന്നിൽ നിൽക്കേണ്ടവരാ, എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലുമില്ല. സാറ് തെളിവ് പരിഭവത്തോടെ പറഞ്ഞു. നിങ്ങൾ പറയുന്ന കേട്ടതൊന്നും നമ്മളിപ്പോഴവിടേക്ക് പോകുന്നെന്ന്. നമ്മളിപ്പോഴല്ലേ അവിടുന്ന് വന്ന്, ഇന്നലെ തൊട്ട് അവിടെ തന്നെയല്ലേ? പാത്തു സംശയത്തോടെ ചോദിച്ചു. നിന്ന് കൊഞ്ചാതെ വേഗം ഒന്ന് വാ.
സാറ് മോനെ എടുത്ത് മുന്നിൽ നടന്നു. പാത്തു ധൃതിപ്പെട്ട് അവർക്കൊപ്പം വെച്ച് പിടിച്ചു. മംഗല്യ പല്ലക്ക് ആ നാട്ടിലെ ഏറ്റവും മികച്ച ഓഡിറ്റോറിയത്തിന് മുമ്പിൽ അവരുടെ കാർ വന്നു നിന്നു. പാത്തു അതിൽ നിന്ന് ധൃതിപ്പെട്ട് ഇറങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് ഓടി. ഒരുപാട് അതിഥികൾ വന്നിട്ടുണ്ട്. നാട്ടിലെ പ്രമുഖരെല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം പറഞ്ഞുകൊണ്ട് അച്ചായനും കാർത്തിയും മുന്നിൽ തന്നെയുണ്ട്. രണ്ടുപേരും വെള്ളമുണ്ടും ഷർട്ടുമാണ് വേഷം. പാത്തു അവരെ സസൂക്ഷ്മം ഒന്ന് വീക്ഷിച്ചു. ഇതിപ്പോ കണ്ടാ വരനെ മാറിപ്പോവല്ലോ. ഇതിൽ ആരാണപ്പോ കല്യാണം ചെക്കൻ? പാത്തു താടിക്ക് കയ്യും കൊടുത്തുകൊണ്ട് സംശയത്തോടെ നിന്നു. നിനക്കല്ലേ മാറൂ, കേട്ടുന്ന പെണ്ണിന് യാതൊരു സംശയമില്ല. കാർത്തി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. നീ അകത്തേക്ക് ചെല്ലും, അവിടെ പെണ്ണിനെ ഒരുക്കാൻ സഹായിക്കേ. അച്ചായൻ പറഞ്ഞതും അവർക്കൊരു പുഞ്ചി നൽകി പാത്തു അകത്തേക്ക് ഓടി. ഷാവുൽ സാറിനെയും ചേർത്ത് പിടിച്ച് അവർ മണ്ഡപത്തിനരികിലേക്ക് നടന്നു. മുഹൂർത്തമായി, വധുവിനെയും വരനെയും വിളിച്ചോളൂ. പൂജാരി പറയുന്നതായിട്ട് കാർത്തിയും അച്ചായനും മണ്ഡപത്തിലേക്ക് കയറി. അവിടെ കാർത്തിയെ ഇരുത്തിയതിനു ശേഷം ഞാൻ പെണ്ണിനെ വിളിച്ചു തരാമെന്ന് പറഞ്ഞ് അച്ചായൻ അകത്തേക്ക് പോയി. അപ്പോഴേക്കും വധുവിനെയും കൊണ്ട് ശിവയും പാത്തുവും വരുന്നുണ്ടായിരുന്നു. അശ്വിനി വധുവിന്റെ വേഷത്തിൽ ഏറെ സുന്ദരിയാണെന്ന് അച്ചായന് തോന്നി. അനുമോൾ ചേച്ചിയുടെ കൂടെ തന്നെയുണ്ട്. മകളെ ആ വേഷത്തിൽ കണ്ടപ്പോൾ നിർമ്മലയുടെ കണ്ണുകൾ നിറഞ്ഞു. മുതിർന്നവരുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കോളൂ. കൂട്ടത്തിൽ പ്രായം ചെന്നൊരാൾ പറയുന്ന കേട്ട് അശ്വിനി അച്ചായന് നേരെ നടന്നു. എൻ്റെ അച്ഛനും ഏട്ടനൊക്കെ എൻ്റെ ഇച്ചായന, ഇവിടെ നിന്നാണ് എനിക്ക് ആദ്യം അനുഗ്രഹം വാങ്ങേണ്ടത് എന്ന് പറഞ്ഞവൾ അച്ചായൻ്റെ കാൽ തൊട്ട് വന്നിച്ചു. അയ്യോ മോളെ, എൻ്റെ അനുഗ്രഹം എന്നും നിനക്കുണ്ടാവും. നീ അമ്മയുടെ അനുഗ്രഹം വാങ്ങും. ഇച്ചായൻ അവളെ സ്നേഹത്തോടെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നിർമ്മലയുടെയും അമ്മച്ചിയുടെയും കാല് തൊട്ട് വന്ദിച്ച് അവൾ ശിവക്കരയിലേക്ക് നടന്നു. എനിക്കെൻ്റെ ഏട്ടത്തിയമ്മയുടെ അനുഗ്രഹം കൂടി വേണം, അവൾ ശിവയുടെ കാല് തൊട്ട് വന്നിച്ചുകൊണ്ട് പറഞ്ഞു. ശിവ അവളെ സ്നേഹത്തോടെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മൂർധാവിലൊരു ഉമ്മ നൽകി. അച്ചായൻ അവളെ മണ്ഡപത്തിൽ കൊണ്ടുപോയി കാർത്തിക്ക് സമീപം ഇരുത്തി. കാർത്തി ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. അത് കണ്ടതും അവൾ നാണത്തോടെ തലതാഴ്ത്തി. മന്ത്രോച്ചാരണങ്ങൾ ഉയർന്നു പൊങ്ങി. തന്ത്രികൾ നീട്ടിയ താലി മനസ്സിൽ ഭഗവാനെ ഓർത്ത് കാർത്തി അശ്വിനിയുടെ കഴുത്തിൽ ചാർത്തി. തൊഴുകയ്യോടെ അശ്വിനി താലി ഏറ്റുവാങ്ങി. സീമന്തരേഖയിൽ കുങ്കുമം തൊട്ടപ്പോൾ അവളുടെ മനസ്സും ശരീരവും കുളിരണിഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ ആ മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായി. ഇനി നമ്മുടെ മക്കളുടെ കാര്യത്തിൽക്കൂടി തീരുമാനമായ ഈ ജന്മം സഫലായി. നിർമ്മല നിറഞ്ഞു വന്ന കണ്ണീർ തുടച്ചുകൊണ്ട് അമ്മച്ചിയോട് പറഞ്ഞു. വധൂവരന്മാർക്ക് നേരെ പുഞ്ചിരിയോടെ പൂക്കളെറിയുന്ന ശിവയെയും അച്ചാനെയും നോക്കി അമ്മച്ചി നെടുവീർപ്പെട്ടു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയി. ഫോട്ടോ എടുക്കലും മറ്റുമായി കാര്യങ്ങളെല്ലാം ഭംഗിയായി തീർന്നു. രാഹുകാലത്തിന് മുമ്പ് ഗൃഹപ്രവേശം നടത്തേണ്ടതാണ്. രാഹുകാലത്തിന് മുമ്പേ ഗൃഹപ്രവേശം നടത്തേണ്ടതാ. ചെക്കനും പെണ്ണ് ഇറങ്ങാൻ നേരം എനിക്ക് ഇറങ്ങിക്കോളൂ. കൂട്ടത്തിൽ മുതിർന്നയാൾ പറയുന്നേട്ട് അശ്വിനി വേദനയോടെ എല്ലാവരെയും നോക്കി. എൻ്റെ കഴുത്തിലെ മംഗല്യത്താലിയും സീമന്തരേഖയിലെ ഈ സിന്ദൂരം അണിഞ്ഞ് എന്നെ ആദ്യം കാണേണ്ടത് എൻ്റെ ഏട്ടനല്ലേ. അവിടെ പോയിട്ട് പോവാൻ നമുക്ക് കാർത്തിയേട്ടാ. അശ്വിനി യാചനയോടെ കാർത്തിയെ നോക്കി പറഞ്ഞു. അതെന്തായാലും അവിടെ പോയിട്ട് നമ്മൾ പോകുന്നുള്ളൂ ഒരേ. കാർത്തി ഒരു പുൻസിരിയോടെ പറഞ്ഞു. കാർത്തിയും അശ്വിനിയും ഒരു കാറിലും അവർക്ക് പുറകിൽ ശിവയും അച്ചായനും പാത്തുവും സാറും മറ്റൊരു കാറിലും അങ്ങോട്ട് തിരിച്ചു. അശ്വിൻ്റെ അസ്ഥി തറക്കുമ്പിൽ അശ്വിനി നിറകണ്ണുകളോടെ നിന്നു. ഡാ, നിന്റെ പെങ്ങൾ അന്തപ്പനെൻ്റെ തലയിൽ കെട്ടി വെച്ചു. എൻ്റെ മരണം വരെ ഇവിടെ കണ്ണു നിറയാതെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഇത് ഞാൻ നിനക്കിരുന്ന വാക്കാണ്. അശ്വിനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാർത്തി പറഞ്ഞു. ഇതാ നിനക്ക് എൻ്റെ വക വിവാഹ സമ്മാനം. അവന് നേരെ ഒരു ലെറ്റർ നീട്ടിക്കൊണ്ട് ശിവ പുൻസിരിയോടെ പറഞ്ഞു. അവൻ അതിലേക്ക് സംശയത്തോടെ നോക്കി. എൻ്റെ PA ജോസഫ് ചേട്ടൻ നാളെ വിരമിക്കുകയാണ്. ആ പോസ്റ്റിലേക്ക് ന്യൂ അപ്പോയിൻമെൻറ്റ്. ഒരാഴ്ചത്തെ പുതുമോടി കഴിഞ്ഞ് താങ്കളങ്ങ് എത്തിയേക്കണം, ശിവ പുൻസിരിയോടെ പറഞ്ഞു. ഇനി ഇത് സാറ് പിടിക്കുക. സാറിന് നേരെ മറ്റൊരു ലെറ്റർ നീട്ടിക്കൊണ്ട് ശിവ പറഞ്ഞു. സാറ് നല്ലൊരു അധ്യാപകനാണ്. ഒരുപാട് കുട്ടികൾക്ക് സാറിൻ്റെ സേവനം ഇനിയും ആവശ്യമുണ്ട്. ദയവ് ചെയ്ത് തള്ളിക്കളയരുത്. സാറ് റീജോയിൻ ചെയ്യണം, ശിവ അപേക്ഷയോടെ പറഞ്ഞു. ഒരു പുൻസിരിയോടെ ഷാവുൽ സാർ അതിന് സമ്മതം മൂളി. എനിക്ക് വിവാഹ സമ്മാനം ചേച്ചി? അശ്വിനി ഒരു പുൻസിരിയോടെ ചോദിച്ചു. എൻ്റെ മോൾക്ക് ഞാൻ എന്ത് സമ്മാനം തരേണ്ടത്? എന്ത് ചോദിച്ചാലും ഞാൻ തരാം, അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് തരേണ്ട സമ്മാനം നിങ്ങൾ തമ്മിലുള്ള വിവാഹമാണ്. രണ്ടുപേരെയും നോക്കി അശ്വിനി പറഞ്ഞു. ശിവ മറുപടി പറയാനാവാ തലയാഴ്ത്തി നിന്നു. അവൾ ദയനീയമായി എല്ലാവരെയും നോക്കി. വേണ്ട മോളെ, ഒരിക്കലും വിവാഹത്തിൽ തീർക്കേണ്ട ബന്ധമല്ല ഞങ്ങളുടേത്. അങ്ങനെ തീർത്താൽ പിന്നെ ശ്യാമും ഞാൻ തമ്മിൽ വ്യത്യാസമില്ലാതെയാവും. അച്ചു എന്നെ ഏൽപ്പിച്ച് പോയതാ ഇവളെ. ഞാനിവളെ സംരക്ഷിക്കും എൻ്റെ ജീവൻ പോകുന്നവരെ. അതിനൊരു താലിയുടെ പിൻബലം ആവശ്യമില്ല. എന്നും ശിവയോടൊപ്പം ഞാനുണ്ടാവും. ആ ബന്ധം ഒരു താലിയിൽ യോജിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്ന് തോന്നുവോ അന്ന് മാത്രം ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കും. ആ ചായൻ പറയുന്ന കേട്ട് ശിവ നിറമിഴികളോട് അവനെ നോക്കി. ഈ ചായൻ തനിക്ക് എന്നൊരു അത്ഭുതമാണ് അവൾ മനസ്സിൽ ഓർത്തു. ഞാൻ പൂർണ്ണ മനസ്സോടെ തന്നെ ഇത് പറഞ്ഞു. നിങ്ങളാരും ഞങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, ഞങ്ങൾ സന്തുഷ്ടരാ. തങ്ങളെ വേദനയോടെ നോക്കുന്നവരോടായി അച്ചായൻ പറഞ്ഞു.
സമയം വൈകണ്ട, നിങ്ങൾ ഇറങ്ങിക്കോളൂ. കാർത്തിയെ അശ്വിനെയും നോക്കി അച്ചായൻ പറഞ്ഞു. അവരോടെല്ലാം യാത്ര പറഞ്ഞു അവർ അവിടെ നിന്നും പോയി. നമുക്കും പോവാം, ഷാവുൽ സാർ എല്ലാവരെയും നോക്കി പറഞ്ഞു. നിങ്ങൾ നടന്നോളൂ, ഞങ്ങൾ വരാം. അച്ചായൻ പാത്തുവിനെയും സാറിനെയും നോക്കി പറഞ്ഞു. അവർ തങ്ങളിൽ നടന്നകലെന്ന് നോക്കി ശിവയെ അച്ചായനും കുറച്ചേരം അവിടെ തന്നെ നിന്നു. പോകണ്ടേ? ശിവയെ നോക്കി അച്ചായൻ ഒരു പുൻസിരിയോടെ തൻ്റെ കൈ നീട്ടി. ശിവ ഒരു പുൻസിരിയോടെ അവൻ്റെ കൈ പിടിച്ച് നടന്നു. അവർക്ക് കൂട്ടായി ഒരു ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. ദൂരെ എവിടെ നിന്നോ ശിവയുടെ ശബ്ദത്തിൽ അവൾ പാടിയ ഗാനം കേൾക്കുന്നുണ്ടായിരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റന്നാൾ മുതൽ തുളസി കതിർ എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം രാഖി നായർ എഴുതിയ നന്ദലക്ഷ്മി എന്ന കഥ ആരംഭിക്കുന്നതായിരിക്കും. തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക. താങ്ക് യു.